ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒന്നും മിണ്ടല്ലേ? ഗൗരീസ് വ്ലോഗ്. ഗൗരീസ് വ്ലോഗ് അതാണ്. ഗൈസ്, അടുത്ത് നമ്മൾ ഇന്ന് ട്രിപ്പ് പോവാണ് ഗൈസ്. ട്രിപ്പ് വന്നിട്ട് ഗുരുവായൂരിലോട്ടും പിന്നെ വടക്കുന്നാഥ ക്ഷേത്രത്തിലോട്ടാണ്. നമ്മളെ ഫോർത്ത് വിസിറ്റ് ആണ് ഗൈസ്. ഫോർത്ത് വിസിറ്റ്, അച്ഛൻ്റെ സെക്കൻഡ് വിസിറ്റ്, അച്ഛൻ്റെ ഫസ്റ്റ് വിസിറ്റ്. നമ്മളെ സെക്കൻഡ് വിസിറ്റ് ഇവിടെ വടക്കുന്നാഥൻ്റെ അടുത്ത്. അപ്പം അങ്ങനെ ഇരിക്കെ നമ്മൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഞാൻ ചേച്ചി മാച്ചിന് ഡ്രസ്സൊക്കെ ഇട്ട് പൊക്കം കുറവാണ് ഗൈസ് ചേച്ചിക്ക്. ഗൈസ്, അമ്മക്ക് പനിയായിരുന്നു ഗൈസ്. ഇപ്പം അമ്മ ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ ആയി ഇപ്പം നമ്മളിവിടെ ട്രിപ്പിന് വരുന്നു ഗൈസ്. അമ്മ എവിടെ ഓടുന്നേ? ഇങ്ങോട്ട് വാ. കണ്ടാ പറയ ഗൈസ്, വയ്യാത്ത അമ്മയാണെന്ന്. എന്തൊക്കെയുണ്ട്? എന്റെ സുന്ദരിയാണ് ഗൈസ്, എന്റെ സുന്ദരി. എന്റെ ചുട്ടുപണി, ഇതെന്റെ ചുട്ടുപണി. കുട്ടുപണി. അച്ഛൻ റെഡി. അച്ഛൻ ബാത്റൂമിലാണ് ഗൈസ്. അച്ഛൻ വരും. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇനി പാറശാലയിലോട്ട് പോകും ഗൈസ്. പാറശാലയിൽ നിന്ന് നമ്മള് ബസ് കയറി നമ്മൾ ഇവിടെ തിരുവനന്തപുരത്ത്. പിന്നെ അവിടെ നിന്ന് ട്രെയിൻ റിസർവ് ആണ് ഗൈസ്. പിന്നെ നമ്മൾ ഗുരുവായൂരിലോട്ട് റിസർവേഷൻ ചെയ്താണ് പോണ ഗൈസ്. പിന്നെ നമ്മള് എന്തൊക്കെയാണ് നമ്മള് പോണ കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യുക ഗൈസ്. ചാനലിനകത്തായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളുടെ ഈ ചാർട്ട് നോക്കി ഗൈസ്, ഇത് ഇത്രയും പേര് കാണുന്നുണ്ട് നമ്മൾ വീഡിയോ, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സോ നിങ്ങൾ ഇനി ഇത് അത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല ഗൈസ്. വീഡിയോ ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നമ്മൾ എല്ലാവരും കമന്റ്സ് റീഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. നിങ്ങൾ കൺവിൻസ്. താങ്ക്സ്. ശരി ഗൈസ്. ഹലോ ഗൈസ്, നമ്മൾ അങ്ങനെ ഇപ്പം ഇവിടെ പാറശാല എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇനി ഇവിടെ നിന്ന് ബസ് കിട്ടാൻ വേണ്ടി വെച്ചാൽ തിരുവനന്തപുരത്തേക്ക്. അങ്ങനെ നമുക്ക് തിരുവനന്തപുരം സെൻട്രലിലോട്ട് പോകണം. പിന്നെ അവിടെ നിന്ന് ട്രെയിൻ. എല്ലാവരും ഉണ്ട് ഗൈസ്. നമ്മൾ ഇനി അവിടെ പോയി തിരുവനന്തപുരം എത്തിയിട്ട് ഫുഡ് കഴിക്കും അല്ലേ? അതാണ് ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് ഗൈസ്. ആരുമില്ല ഗൈസ്, ആൾക്കാർ കുറച്ചേ ഉള്ളൂ, നമ്മൾ മാത്രമേ ഉള്ളൂ. ഗൈസ്, അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളിനി അടുത്ത് ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ബസ്സിൻ്റെ അകത്തുള്ള കാഴ്ച തന്നെ ചരക്ക് ഗൈസ്. ടെസ്റ്റ് ചെയ്തതാണ് ഗൈസ്. ഇവിടെ വീഡിയോ വീഴുന്നില്ല. റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഗൈസ്. Train number 22653 Thiruvananthapuram Central Nizamudeen Superfast Express ഗൈസ്, വന്ദേ ഭാരത് പുതിയ മോഡലല്ലേ? വന്ദേ ഭാരതിന്റെ പുതിയ മോഡലെന്ന് തോന്നുന്നു ഗൈസ്. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ എറിയിട്ടുണ്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ. നമ്മൾ 4 പേര് നെയ് റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അമേരിയ ഫേവറേറ്റ് ആണ് നെയ് റോസ്റ്റ് ഇല്ലേ അമ്മ? അച്ഛൻ എന്തിനു പറയുന്നു ഗൈസ്? അച്ഛൻ നല്ല കോമഡി അടിക്കും ഗൈസ്. പക്ഷെ അച്ഛൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അച്ഛൻ അടിക്കില്ല. ഇവള് പിന്നെ മാത്രം ചളിയാണ് ഗൈസ്. ഗൈസ്, അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇന്നലെ നൈറ്റ് ട്രെയിനിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്. നല്ല ഇരുട്ടായിരുന്നു. പിന്നെ എൻ്റെ അകത്ത് വീഡിയോ എടുക്കാനും ഇതൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ നല്ല കിടന്നുറങ്ങി. അച്ഛനും അമ്മയും അവിടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. തൃശ്ശൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ രാവിലെ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് ഗൈസ്. ഗൈസ്, അങ്ങനെ ഇരിക്കാൻ നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് ഗൈസ്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ ഗുരുവായൂർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്.
ഇനി അടുത്ത് ഒരു റൂം കണ്ടിരിക്കണം, ഡ്രസ്സൊക്കെ മാറ്റണം, കുളിച്ച് റെഡിയായി ഗുരുവായൂരപ്പനെ കാണാൻ പോകണം. എന്നിട്ട് വേണം വന്ന് കിടന്ന് ഉറങ്ങാൻ. ട്രെയിനിൽ നേരെ ഉറക്കം ശരിയായില്ല. അങ്ങനെ ഗൈസ് അങ്ങനെ നമ്മൾ റൂമിലൊക്കെ എത്തി. എല്ലാവരും അതാ കുളിച്ച് റെഡിയൊക്കെ ആയി. നമ്മൾ ഇനി അമ്പലത്തിൽ തൊഴാൻ പോവുകയാണ്. അമ്പലത്തിൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല ഗൈസ്. അപ്പം നമ്മളിനി അടുത്ത് രണ്ടാമത് റൂമിൽ വീണ്ടും വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ജസ്റ്റ് നടക്കാനൊക്കെ അപ്പോൾ അമ്പല പരിസരത്തൊക്കെ. അപ്പം നമുക്ക് ബ്ലോഗ് കാണാം. അപ്പം എല്ലാവരും റെഡി ആയിട്ടുണ്ട്. എൻ്റെ അമ്മ റെഡി ആയിട്ടുണ്ട്. ഷിഫ്റ്റ് മണി ഗൈസ് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ കയറി തൊഴുതു. ഇനി അടുത്ത് നമ്മൾ പാൽപ്പായസം വാങ്ങാൻ പോവുകയാണ്. പാൽപ്പായസം വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ക്യാമറ അലോഡ് അല്ല, സോ നമ്മൾ ഫോണെല്ലാം എടുത്തിട്ട് പാൽപ്പായസം വാങ്ങാൻ പോവുകയാണ്. കുറച്ച് ടിപ്സ് ഒക്കെ എടുക്കാൻ പറ്റുമ്പോൾ കാണിച്ചു. ഇവിടെ ഫോൺ അലോഡ് അല്ല, വീഡിയോഗ്രാഫി അലോഡ്. നമ്മളങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. ഇനി വീണ്ടും റൂമിൽ പോകണം ഗൈസ്. ഇനി കുറച്ച് നേരത്തേക്ക് ഇനി ഉറക്കം അതൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ റൗണ്ട് അടിക്കും ഗൈസ്. നമ്മളിന്ന് ഇവിടെയാണ് ഗുരുവായൂരിലാണ്. നാളെയാണ് കിടക്കുന്നത് ഗൈസ്. നമ്മൾ റൂമിൽ വന്നു. ഒരു ഉച്ചതെ ഉറക്കമൊക്കെ പാസ്സാക്കി. ഇന്നലെ ട്രെയിനിൽ ടി ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാനൊക്കെ വന്ന് അങ്ങനെ ഉറങ്ങാൻ നേരെ പറ്റിയിരുന്നു. അപ്പം നമ്മൾ ഒരു ഉറക്കം പാസ്സാക്കി. ഇത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു ഗൈസ്. സമയം ഇപ്പോൾ 2 മണിയായിട്ടുണ്ട്. നമ്മൾ റൂമിലൊരു 12:30 ആയപ്പോൾ നമ്മൾ റൂമിലെത്തിയില്ലേ. നമ്മൾ എന്താ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ താഴെ ഒരു ഹോട്ടലുണ്ട്, അവിടെ നമ്മൾ ഫുഡ് കഴിക്കും. പായസമുണ്ട് ഫുഡൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ ചെറിയ ഉറക്കമൊക്കെ തുടങ്ങി. നമ്മൾ ഇനി അടുത്ത മമ്മിയുടെ ക്ഷേത്രത്തിലാണ് പോകാൻ പോകുന്നത് ഗൈസ്. മമ്മിയൂർ വന്നിട്ട് ഗുരുവായൂരിൻ്റെ അടുത്തായിട്ടാണ് ആ ക്ഷേത്രം, ശിവക്ഷേത്രമാണ് ഗൈസ്. ഞാൻ കഴിഞ്ഞ 4 പ്രാവശ്യം വന്ന് 4 പ്രാവശ്യം എനിക്ക് കയറാൻ പറ്റില്ല ഗൈസ്. ഈ പ്രാവശ്യം കയറാം. അത് വന്നിട്ട് ഞാൻ വരുമ്പോൾ ഒന്ന് നട അടച്ചാണ്, അല്ലെങ്കിൽ ഞാൻ പാൻറ് എടുത്ത് വരും. അതെങ്ങനെ എനിക്ക് കാണാൻ പറ്റും. ഇപ്രാവശ്യം മുണ്ടിട്ടിട്ടാണ് കയറുന്നത്. സോ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ്. ഒരു സംഭവം ഉണ്ടായി. നടന്ന് വരുന്ന വഴിക്ക് ശ്രീകുട്ടിയുടെ ചെരുപ്പ് പൊട്ടിപ്പോയി ഗൈസ്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഒരു ചെരുപ്പ് ഒന്ന് നന്നാക്കണ കടയിലിരിക്കുന്നുണ്ട്. നന്നാക്കണ കടയിൽ ശ്രീകുട്ടി ഇതിൻ്റെ അനുഭവം പറ. ശ്രീകുട്ടി ചെരുപ്പ് പൊട്ടിയ അതെല്ലാവർക്കും അറിയാം. ഭയങ്കര പാടാണ് ഗൈസ്. ഇവിടെ കടക്കാരനെ കാണാനില്ല ഗൈസ്. നീ ഇരുന്ന് തക്കിടി എന്തോന്നു എനിക്കറിഞ്ഞൂടാ. മറ്റേ കടയിൽ ആ അങ്കിളില്ലാത്തോണ്ട് ഇപ്പോൾ വേറെ കടയിൽ അതായിരിക്കണം ഗൈസ്. ചെരുപ്പ് ഗൈസ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നടന്നു പറഞ്ഞ കാഴ്ചകളാണ് ഗൈസ്. വഴിയോര കാഴ്ചകളാണ് ഗൈസ്. വഴിയോര തൃശ്ശൂർ 29 ഇവിടെ എന്തൊരു പാർട്ടി പരിപാടി നടക്കണം ഗൈസ്. ഗൈസ് അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ചേച്ചി അമ്മേനൊക്കെ കണ്ടു. അപ്പം അവർ നമ്മളിവിടെ ഉണ്ടല്ലോ ബാക്കിലുണ്ട്. അപ്പം നമ്മളെല്ലാവരും മമ്മിയോരോട്ട് പോകുന്നു ഗൈസ്. നമ്മളിപ്പോൾ മമ്മിയൂർ ക്ഷേത്രത്തിലാണ്. ഇവിടെ വെച്ച് നമ്മൾ വലിയമ്മേനെ കണ്ടിട്ടുണ്ട്. ഇതാണ് വലിയമ്മേനെ മൂത്ത മോള്. വാണു ഒരു ഹൈ പറഞ്ഞ വ്ളോഗാണ്. അവള് ഇൻട്രോവേർട്ടാണ്. ഇവള് അവൾ എക്സ്ട്രോവേർട്ടാണ്.
ഇതാണ് ചേച്ചി. ചേച്ചി എന്ന വ്ളോഗാണ്. ഹായ് പറഞ്ഞു. ഇത് വലിയച്ഛൻ വലിയ എല്ലാരും ഉണ്ട്. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളടുത്ത് പാർത്ഥസാരഥി ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ പോകണം. അത് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇറങ്ങിയാണ് തിരിച്ച്. നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. എങ്ങനെയുണ്ട് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം. അടിപൊളിയായിരുന്നു ഗൈസ്. നല്ല പീസ്ഫുൾ ആയിരുന്നു. നമ്മൾ സാധാരണ ഒരു കോവിൽ പോലെ ഉണ്ടായിരുന്നു. നല്ല പീസ്ഫുള്ളാണ് ഈ കോവിൽ വന്നിട്ട്. നല്ല എന്ന് വെച്ചാൽ കയറുമ്പോൾ തന്നെ ഫുള്ള് സൈലൻ്റ് ആയിട്ട് നല്ല സമാധാനത്തോടെ ഗൈസ്. നമ്മളിപ്പം ലോഞ്ചിലോട്ട് പോവുകയാണ്. നമ്മൾ ഡ്രസ്സ് എല്ലാം എടുത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്തല്ലേ, ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ അടുത്ത് നമ്മൾ വടക്കുന്നാഥ ടെമ്പിളിലോട്ട് പോകും ഗൈസ്. നമ്മളിപ്പം ആ ഹോട്ടലിൻ്റെ അടുത്ത് പോവുകയാണ്. നല്ല തിരക്കുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ ലോഡ്ജിൽ വന്നിട്ടുണ്ട്. ലോഡ്ജിൽ വന്നിപ്പോൾ എല്ലാവരും അച്ഛനും എല്ലാവരും ഇവിടെ കിടക്കുന്നു. ചേച്ചി ഇനി അടുത്ത് ഒരുക്കമാണ്. അടുത്തെവിടെയാണ്? ഹോട്ടലിൽ പോകുന്നത്. ഫുഡ് കഴിക്കും. ഇതൊരു പിശാശാണ് ഗൈസ്. അമ്മ ജ്യൂസ് പറഞ്ഞു. കാണുന്നില്ലല്ലേ? ഗൈസ് നമ്മളെ ഫുഡൊക്കെ കഴിച്ച് അപ്പം വൈകുന്നേരം വരെ ടൈം എത്രയായി? സെക്കൻഡ് ഗൈസ് 5 മണി ആയിട്ടുണ്ട് ഗൈസ്. 5:08 ആയിട്ടുണ്ട്. അപ്പം നട തുറന്ന് കാണും. അപ്പം കിടക്കുന്നതിൻ്റെ അടുത്ത്. സോ നമ്മളെല്ലാവരും റെഡിയായി. അച്ഛനും റെഡി ആയിട്ടുണ്ട്. ഞാനും അച്ഛനും സെയിം ഡ്രസ്സാണ്, സെയിം മോഡൽ ഡ്രസ്സാണ്. പിന്നെ ഞാൻ കറുത്ത മുണ്ടെടുത്ത് ഗൈസ്. കറുത്ത മുണ്ട്, കറുത്ത കാവ്യമുണ്ട്. പിന്നെന്തോ ഗൈസ് കറുത്ത ലുങ്കി ഗൈസ്. കറുത്ത ലുങ്കി ഗൈസ്. നിങ്ങളെ നാട്ടിൽ എന്തിനാണ് പറയണത്? താഴെ കമന്റ് ചെയ്യൂ. നമ്മളിനി അടുത്ത് ഇറങ്ങാൻ പോകുന്നത് ഗൈസ്. നമ്മൾ നമ്മുടെ ഹോട്ടലിന് പുറത്തിറങ്ങി. നമ്മളിനി പറക്കുന്നതിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഗൈസ്. നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. മണി ഇപ്പം 5 മണിയായല്ല, 5:10 കണ്ടായി ഗൈസ്. 5:15 ഇനിയിപ്പോൾ നടയൊക്കെ തുറന്നിട്ടായി. ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷ്മി നാരായണ നരസിംഹ ക്ഷേത്രമാണ്. ക്ഷേത്രം. നമ്മളിപ്പോൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അകത്തോട്ടൊക്കെ പോയി കണ്ടിട്ട് വരാം. ഇതൊക്കെ ഒതുക്കി വെക്കണം ഗൈസ്. ഇതാണ് വടക്കുന്നാഥ ക്ഷേത്രം ഗൈസ്. ഈ ക്ഷേത്രം അപ്രോക്സിമേറ്റ്ലി 1000 വർഷം പഴക്കമുണ്ട്. അങ്ങനെ കിട്ടില്ല ഒരു വൈബായിരുന്നു. നമ്മളെല്ലാം പോയി നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ല പീസ്ഫുള്ളായിരുന്നു ഗൈസ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നിറയെ പ്രതീക്ഷകൾ തൊഴാൻ പറ്റില്ലായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ഫുള്ളാക്കി തൊഴിട്ടുണ്ട്. വടക്കുന്നതിൻ്റെ അകത്ത് വീഡിയോഗ്രാഫി അലോഡ് ഉണ്ട് ഗൈസ്. സോ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അത് ഇവിടെ മിക്ക കോവിലും അങ്ങനെയാണ് അല്ലേ? നമുക്ക് അറിഞ്ഞൂടായിരുന്നു വീഡിയോഗ്രാഫി എടുക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇനി പ്രാവശ്യം വന്നപ്പോൾ സമ്മതിക്കില്ല. ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇത് കയറ്റിക്കൂടെ. നമ്മൾ മറ്റേ നടക്കൂടെ മെയിൻ നടക്കൂടെ അല്ല.
നമുക്ക് ഇപ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ബോർഡൊക്കെ നോക്കിയപ്പം എടുക്കലുള്ളത്. നമ്മൾ കഴിഞ്ഞ വർഷം വന്നിട്ട് അകത്തുനിന്ന് ഫോട്ടോസൊന്നും എടുത്തില്ല, അകത്ത് ഫോൺ യൂസ് ചെയ്തില്ല, പുറത്തിട്ടാണ് ഫോട്ടോസൊക്കെ എടുത്തത് ഫസ്റ്റ് ടൈം വന്നപ്പോൾ. അച്ഛൻ്റെ ഫസ്റ്റ് ടൈം വരാം. അച്ഛൻ്റെ എക്സ്പീരിയൻസ് പറയാം. അച്ഛൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു കഴിച്ചു ഇവിടെ. നല്ലൊരു പോസിറ്റീവ് വൈബാണ്. പോസിറ്റീവ് വൈബ്. അച്ഛൻ പോസിറ്റീവ് വൈബിൻ്റെ ആളാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ആനിമി ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഇത് വാൾപേപ്പറൊക്കെ എടുത്തു. അച്ഛൻ പറയും അതൊക്കെ എടുത്ത് മാറ്റിക്കോ, നല്ല വേറെ വല്ല ദൈവത്തിൻ്റെയോ വല്ല നേച്ചറിൻ്റെയോ വല്ല എടുത്തിട്ടാണ്. അങ്ങനത്തിലാണ് പോസിറ്റീവ്. അപ്പോൾ നമ്മളിനി അടുത്ത് ഇവിടെ വേറൊരു ക്ഷേത്രം കൂടെ ഉണ്ട്. ആ പാറമേൽക്കാവ് എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്, അവിടെയും കൂടെ വിസിറ്റ് ചെയ്യാൻ പോകണം. നിങ്ങളിപ്പോൾ ഫ്രണ്ടിൽ കാണുന്നതാണ് പാറമേൽക്കാവ് ക്ഷേത്രം. വീഡിയോ അകത്തെടുക്കാൻ സമ്മതിക്കില്ലെന്നാണ് തോന്നുന്നത്. ചോദിച്ചു നോക്കണം വേണ്ടല്ലോ. ഇതാണ് ഗൈസ്, ഇത് വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റാണ് പറഞ്ഞത്. ഈ ഗൈസ് അങ്ങനെ സമയം ഇപ്പം 1:30 ആയിട്ടുണ്ട്. നമുക്ക് ട്രെയിനിൽ 2:30ക്കാണ്. റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും ഉറക്കത്തിൻ്റെ ഒരു കിക്കിലാണ് കേസ്. രാത്രി പറഞ്ഞു ഞാൻ ഉറങ്ങൂല, നിങ്ങൾ എന്നെ വിശ്വസിക്കും, ഞാൻ ഉറങ്ങൂല. വിളിച്ചു ഉറങ്ങുകയും ചെയ്ത്. ഉറങ്ങാതിരുന്ന് ഞാനാണ് കാവലിരുന്നത്. എല്ലാവരും അമ്മ ഉറങ്ങി, ഞാൻ കിടന്നില്ല, ഉറങ്ങിയില്ല. 12:45 അച്ഛനെ വിളിച്ചു. ഗൈസ് അങ്ങനെ നമ്മൾ പാർശ്വലെത്തിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ട്രിപ്പ് എല്ലാം നല്ല അടിപൊളിയായിരുന്നു ഗൈസ്. നമ്മൾ നല്ല എൻജോയ് ചെയ്തു പോയി ട്രിപ്പൊക്കെ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണം ഗൈസ്. കാരണം നമുക്ക് അടുത്തടുത്ത് ഇങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്ന് നിങ്ങൾ പറയണം. നിങ്ങൾക്ക് ട്രാവലാണോ അല്ല ചാലഞ്ച് ചെയ്യുന്ന വീഡിയോസാണോ അങ്ങനത്തെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യണം ഗൈസ്. ബൈ.